ഒരു മാംഗോ ബട്ടർ ലിപ് ബാമും ഒരു ടിൻഡഡ് ബീറ്റ്റൂട്ട് ലിപ് ബാമും ഉണ്ടാക്കിയാലോ? എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഓൾറെഡി പല ലിപ് ബാം ഫോർമുലേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഒരു കമൻറ്റ് വന്നിരുന്നതാണ്, ക്യാൻ യു മേക്ക് എ ടിൻഡഡ് ലിപ് ബാം? സോ ഐ തോട്ട്, വൈ നോട്ട് എക്സ്പെരിമെൻറ്റ്? സെയിം ബേസ് ഫോർമുലേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ടിൻഡഡ് വേർഷനും ഒരു നോൺ ടിൻഡഡ് വേർഷനും നമുക്ക് ഉണ്ടാക്കാം. ഈ ടിൻഡഡിനെ ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക് എഫക്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ബീറ്റ്റൂട്ടിൻ്റെ പിഗ്മെൻറ്റ് ഇൻറ്റൻസിറ്റി ലിമിറ്റഡ് ആണല്ലോ. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സട്ടിലായിട്ടുള്ളൊരു ടിൻഡും ഒരു നറിഷിംഗ് ആയിട്ടുള്ളൊരു ബേസും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു 50 ഗ്രാം ബാച്ചാണേ. ബീസ് വാക്സ് നമ്മളൊരു 16% ആണ് എടുത്തിരിക്കുന്നത്. കോക്കോ ബട്ടർ ആണെങ്കിൽ 20%. പിന്നെ ഈ ഒരു ഫോർമുലേഷൻ്റെ ഹൈലൈറ്റ് ആണ് നമ്മുടെ മാംഗോ ബട്ടർ, 18% ആണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറും നല്ല ബെറ്റർ ഗ്ലൈഡും ഒക്കെ കിട്ടി ഈ ഒരു മാംഗോ ബട്ടർ യൂസ് ചെയ്തപ്പോൾ. ദെൻ നമ്മൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു 24%, കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ 88%, ഹോഹോബ ഓയിൽ 10% ആണ് എടുത്തിരിക്കുന്നത്. ദെൻ വൈറ്റമിൻ ഇ ഓയിൽ 1%, പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ യൂസ് ചെയ്തു 3%. ഓക്കെ, ബീറ്റ്റൂട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം കംപ്ലീറ്റ്ലി ഡ്രൈ ആയ ഫൈനായിട്ടുള്ള ബീറ്റ്റൂട്ട് പൗഡറാണ് എടുക്കേണ്ടത്. അതൊരു ക്ലീൻ ഗ്ലാസ് ജാറിൽ ആഡ് ചെയ്ത് അതിന് മുകളിൽ കുറച്ച് സ്വീറ്റ് ആൽമണ്ട് ഓയിലും പോർ ചെയ്തിട്ട് പൗഡർ ഫുള്ളി ഓയിലിൽ സബ്മേർജ്ഡ് ആയിട്ട് വെക്കണം. ജാറ് ടൈറ്റ്ലി ക്ലോസ് ചെയ്തൊരു 5 to 7 ഡേയ്സ് റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം. ഡെയിലി ഒരു ഇടയ്ക്കൊന്ന് ജെൻറ്റലായിട്ടുള്ളൊരു ഷെയ്ക്കും ചെയ്ത് കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്യൂഷൻ നടക്കാനായിട്ട് അതിനെ അനുവദിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ചീസ് ക്ലോത്താണ് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തത്. ബിക്കോസ് ബീറ്റ്റൂട്ടിൻ്റെ പിഗ്മെൻറ്റ്സ് മോസ്റ്റ്ലി വാട്ടർ സോല്യൂബിൾ ആണ്, ഓയിലിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കളറൊന്നും വരില്ല. സോ ഫൈനൽ റിസൾട്ട് ഒരു മൈൽഡ് നാച്ചുറൽ ടിൻ്റായിരിക്കും. റിഫൈൻഡ് ആയിട്ടുള്ള ബീസ് വാക്സ് ആണ് ഞാൻ ഈ ഫോർമുലേഷനിൽ യൂസ് ചെയ്തത്. അൺറിഫൈൻഡിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയിരുന്നു. ആൻഡ് 8 ഗ്രാമാണ് നമ്മൾ ഈ ഫോർമുലേഷനിൽ ബീസ് വാക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കോ ബട്ടർ ആയിരുന്നു. കോക്കോ ബട്ടർ 10 ഗ്രാമാണ് ആഡ് ചെയ്തത്. കോക്കോ ബട്ടർ പൊതുവേ നല്ല ഹാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടെയ്നറിൽ നിന്ന് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഈ കോക്കോ ബട്ടർ നമ്മൾ റിഫൈൻഡ് ആണ് യൂസ് ചെയ്തത് ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ സ്മെല്ലും ഹാർഷായിട്ടുള്ളൊരു സ്മെല്ലുണ്ടായിരുന്നില്ല. ദെൻ നമ്മുടെ മാംഗോ ബട്ടർ, അതും റിഫൈൻഡ് തന്നെ. 9 ഗ്രാം മാംഗോ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാംഗോ ബട്ടർ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ആസ്വദിച്ചാണ് മാംഗോ ബട്ടർ ആഡ് ചെയ്തത്. അത്ര രസമായിരുന്നു മാംഗോ ബട്ടറിനെ എനിക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാനൊക്കെ. അതുപോലെ തന്നെ ആയിരുന്നു അതിൻ്റെ എൻഡ് റിസൾട്ടിൽ നമ്മുടെ ബാമും അത്രയും സോഫ്റ്റ് ആയിരുന്നു. ദെൻ ഈ ബട്ടേഴ്സും വാക്സും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡബിൾ ബോയിലറിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ മെഷർ ചെയ്യാം. സോ നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ 12 ഗ്രാമാണ് നമ്മൾ എടുത്തത്. ആൻഡ് ദെൻ നമ്മുടെ കാസ്റ്റർ ഓയിൽ എടുത്തിരുന്നു 4 ഗ്രാം. ആൻഡ് ഹൊഹോബ ഓയിലാണെങ്കിൽ 5 ഗ്രാം ആയിരുന്നു. ദെൻ ഫൈനലായിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം. അത് പക്ഷേ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ ഹോൾ ഫോർമുലേഷൻ ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചറിലേക്കൊക്കെ കൂളായിട്ട് എത്തുമ്പോൾ നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ എന്തായാലും ഈ മെഷർ ചെയ്ത് വെച്ച എല്ലാ ഓയിൽസും കൂടെ നമ്മൾ നമ്മുടെ വാക്സ് ആൻഡ് ബട്ടർ മിക്സിലേക്ക് ആഡ് ചെയ്തു. ഈ ഓയിൽസ് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ ഇത് ഇതുപോലെ കിടക്കില്ല. ഇങ്ങനെ കിടക്കാൻ കാരണം നമ്മുടെ വാക്സ് ആൻഡ് ബട്ടേഴ്സ് മെൽറ്റ് ചെയ്ത ആ ഒരു മിക്സിന് ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. ഒരു 50-60 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും അത് ഉണ്ടാവുക. അതിനകത്തായിട്ടാണ് നമ്മൾ ഈ കൂളായിട്ടുള്ള ഓയിൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വാം ചെയ്തിട്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് റെഡിയായി. ആൻഡ് അതിനുശേഷം നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാം. 0.5 ഗ്രാം ആയിരുന്നു ആഡ് ചെയ്തത്. ഇനി ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിക്സ്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ബാച്ചിൽ നോ അഡീഷണൽ പിഗ്മെൻറ്റ്, പ്യുവർ ആയിട്ടുള്ള ഒരു ബേസ് ഫോർമുലേഷനായിട്ട് സെറ്റ് ചെയ്തു. ആൻഡ് ദിസ് ബിക്കംസ് ദ നോൺ ടിൻഡഡ് വേർഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ സ്ലൈറ്റ്ലി ഹയർ കോൺസെൻട്രേഷനിൽ ആഡ് ചെയ്തു. ബീറ്റ്റൂട്ട് പൗഡർ നമുക്കറിയാം കണ്ടെയ്ൻസ് നാച്ചുറൽ പിഗ്മെൻറ്റ്സ്, ബട്ട് ദെയർ കളർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. സോ ബ്രൈറ്റ് ഓർ ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ഫൈനൽ ടെക്സ്ചറിലേക്ക് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എത്തി നോക്കാം. നമ്മുടെ മിക്സ്ചർ ഇങ്ങനെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമുക്കത് വേഗം തന്നെ കണ്ടെയ്നേഴ്സിലോട്ട് മാറ്റാം. ഒരു 30 to 40 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതൊന്ന് സെറ്റായി കിട്ടും. പിന്നെ നമ്മളിത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എയർ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കൊട്ടി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പം ആ എയർ ബബിൾസ് ഒക്കെ പോയി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു 1/2 ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ മനസ്സിലാവും. ശരിക്കും ഒരു 1 to 2 days ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ മനസ്സിലാവും. അതിൽ ചിലപ്പോൾ ഒരു തരിതരിപ്പൊക്കെ വരും. ആ ഒരു ഫോമുലേഷൻ കറക്റ്റായിട്ട് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്ചറിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം. ഇനി നമുക്ക് നമ്മുടെ ടിൻറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് ഇൻഫ്യൂസ്ഡ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എടുത്ത ആ ഒരു ബീറ്റ്റൂട്ട് പൗഡർ അത്ര ഫൈനല്ലായിരുന്നു. ആ ചീസ് ക്ലോത്ത് ഒരു ലെയറായി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ പൗഡറൊക്കെ അടിയിൽ സെറ്റിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ആ മോൾ ഭാഗം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കൂളിംഗ് ഫേസ് വളരെ ക്രൂഷ്യലാണ്. കൺട്രോൾഡ് ആയിട്ടുള്ള കൂളിംഗ് സർഫസ് ഫിനിഷ് സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് സെറ്റ് ആവാനായിട്ട് നമ്മളിതിനെ അനുവദിക്കണം. ആൻഡ് വൺസ് ഫുള്ളി സോൾഡിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്ചർ ബാലൻസ്ഡ് ആണ്. നോട്ട് ടു ഹാർഡ്, നോട്ട് ടു സോഫ്റ്റ്. ഓക്കെ, ആൻഡ് ഈ ടിൻറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് സട്ടിലാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു എൻഹാൻസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ ടിൻറ്റഡ് വേർഷൻ ക്ലിയർ നറിഷ്മെൻറ്റ് ഫോക്കസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലിപ് ബാമാണ്. എനിക്കാണെങ്കിൽ നോൺ ടിൻറ്റഡ് മാംഗോ ബട്ടർ ലിപ് ബാമിനെ കണ്ടിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുമായിരുന്നു. അത്ര ഷൈനിങ് ആയിരുന്നു. എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര കൂളായിരുന്നു. അതിങ്ങനെ അപ്ലൈ ചെയ്യാനും വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിരുന്നു. ലിപ് ബാം ഫോമുലേഷൻസ് ഒക്കെ വീട്ടിലുണ്ടാക്കി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് നിങ്ങളുടെ സജഷൻസും ഈ ടെക്സ്ചറൊക്കെ എങ്ങനെ കിട്ടിയെന്നൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. ആൻഡ് ഇതിൽ കൂടുതൽ അറിവുള്ളവരാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സജഷൻസും തരണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.